ഇന്ന് ചാലക്കുടി അതിരപ്പള്ളിയിലെ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനയായ ഏഴാറ്റുമുഖം ഗണപതി ഇറങ്ങിയിട്ടുണ്ട്. കാട്ടാന വൈദ്യുത വേലി തകർത്തു എന്ന് വാർത്ത. ഏഴാറ്റുമുഖം ഗണപതി ഫുൾ സ്ക്രീൻ ഒന്ന് കാണിച്ചോളൂ. ടിക്കറൊക്കെ ഒന്ന് മാറ്റി മനോഹരമായിട്ട് ഏഴാറ്റുമുഖം ഗണപതി നല്ല വലിയ പോപ്പുലറായിട്ടുള്ള കാട്ടാനയാണ്. എല്ലാം തല്ലി തകർത്തുകൊണ്ടിരിക്കുക. എന്നാ വീഴരുതല്ലേ, ഏഴാറ്റുമുഖമേ വീഴല്ലേ കേട്ടോ. മറിച്ചിട്ടല്ലോ. വെൽ ഡൺ. ഓക്കെ, അതോട്ട് കയറി പൊക്കോളൂ. ഇനി നമ്മളൊന്ന് വാർത്ത പറയട്ടെ. ഓക്കെ, റോഡിലിറങ്ങിയപ്പോൾ പറഞ്ഞ പോലെ ചെയ്യും. അതാ കാട്ടാന. റാഫി കരീം ചേരുന്നു തൃശ്ശൂരിൽ നിന്ന്. റാഫി, ഏഴാറ്റുമുഖം ഗണപതിയുടെ വിവരങ്ങൾ പറയൂ. SKN വെറ്റിലപ്പാറ ഭാഗത്താണ് ഇന്ന് രാവിലെ 6 മണിയോടെ ഏഴാറ്റുമുഖം ഗണപതി എന്ന കാട്ടാന ഇറങ്ങി ഭാഗത്തെ വൈദ്യുതി പോസ്റ്റുകളും മരങ്ങളും എല്ലാം തകർത്തത്. ഈ മേഖലയിൽ സ്ഥിരമായി എത്തി ഈ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാട്ടാനയാണ് ഏഴാറ്റുമുഖം ഗണപതി. ഇന്ന് പുലർച്ചെയോടെയാണ് ജനവാസ മേഖലയിലേക്ക് ആന വീണ്ടും എത്തിയത്. ഈ ആന കടന്നു പോകുന്നതിനിടെ തന്റെ മുന്നിലുണ്ടായിരുന്ന വൈദ്യുതി പോസ്റ്റും സമീപത്തുണ്ടായിരുന്ന വാഴകളും ഒപ്പം തന്നെ മരങ്ങളും മറിച്ചിട്ടാണ് ഈ ആന പോയത്. വലിയ നാശനഷ്ടമാണ് ഇന്ന് പുലർച്ചെ ഈ ജനവാസ മേഖലയിലേക്ക് ആന എത്തി ഉണ്ടാക്കിയത്. ഏതായാലും ആനയെ ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നിരീക്ഷിക്കുന്നുണ്ട്. മറ്റ് ജനവാസ മേഖലയിൽ നിന്ന് ഈ ആനയെ മാറ്റാനുള്ള ഒരു ശ്രമവും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തുന്നുണ്ട്. ആന വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ തിരിച്ച് കാട്ടിലേക്ക് പോകും എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ മേഖലയിൽ സ്ഥിരമായി ഈ കാട്ടാന ഉണ്ടാകാറുണ്ട്. ചെറിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഈ ആന വരുത്തുകയും ചെയ്യാറുണ്ട്. എന്നാൽ ജനവാസ മേഖലയിൽ ഈ നിലയിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഇതാദ്യമാണ് എന്നുള്ളതും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ആന ഇപ്പോഴും നിരീക്ഷണത്തിലാണ്. മറ്റ് പ്രശ്നങ്ങളില്ലാതെ ആന തിരികെ കാട്ടിലേക്ക് പോകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഉദ്യോഗസ്ഥർ പങ്കുവെക്കുന്നത്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുമുണ്ട്. ഓക്കെ, താങ്ക് യു റാഫി കരീമാണ് വിവരങ്ങൾ നൽകിയത്. ഏഴാറ്റുമുഖം ഗണപതി അതിരപ്പള്ളിയിൽ ഇറങ്ങി എന്നുള്ളതാണ്. ഇടയ്ക്കിടയ്ക്ക് അവിടെ കാണാറുണ്ട് ഏഴാറ്റുമുഖത്ത്. വിനാശകാരിയായി കാട്ടാനയ്ക്ക് ആരാണാവൂ ഏഴാറ്റുമുഖം ഗണപതി എന്ന് പേരിട്ടത് എന്ന് മാത്രമേ ഈ സംശയം എനിക്ക് ബാക്കിയുള്ളൂ. മിനിബാബു എന്താ ഒരു വരവ്, അവൻ്റെ ഒരു ആന ചന്തം എന്നാണ് പറയുന്നത്. പല ആൾക്കാർക്കും ഇഷ്ടപ്പെട്ടു. ഗണപതി സ്നേഹമുള്ളവനാണെന്നാണ് ആതിര സുയിത്ത് പറയുന്നത്. അയാളുടെ സ്നേഹം അനുഭവിക്കാൻ നമുക്ക് ഭാഗ്യം കിട്ടിയിട്ടില്ല സുയിത്തെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.